എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ശാലം ടിയുടെ ഈ ഫ്ലോറിലേക്ക്, ഹെവൻലി മെലോഡീസ് സീസൺ 2ലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അജി പുത്തമ്പരക്കലച്ചനാണ് നമ്മുടെ കൂടെ ആയിരിക്കുക. എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് പിയാനോ പ്ലേ ചെയ്യാനായിട്ട്, കീബോർഡ് പ്ലേ ചെയ്യാനായിട്ട് ഒരു താല്പര്യം, അതിനോട് ഇൻട്രസ്റ്റ് വരുന്നത് പലപ്പോഴും ഇപ്പോൾ അജയച്ചൻ്റെ ക്ലാസ്സിലൂടെയാണ്, ഓൺലൈനിലൂടെ മീഡിയയിലൂടെ അച്ഛൻ നൽകുന്ന ക്ലാസ്സാണ്. നമ്മുടെ അടുത്ത അജയച്ചനുണ്ട്. അച്ഛൻ്റെ വിശേഷങ്ങൾ അച്ഛ ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. നമ്മളിപ്പോൾ വായിച്ചു കേട്ടില്ല, മൗത്ത് ഓർഗനിൽ അത്ര എളുപ്പമല്ല അതല്ലേ, അകത്തേക്കും ഉള്ളിലേക്കും പുറത്തേക്കും ഒക്കെ വലിച്ച് അത്ര റിസ്ക് ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അച്ഛൻ്റെ ഇരിക്കണേ. എനിക്ക് തോന്നുന്നത് അച്ഛാ നല്ലൊരു പ്രയർഫുൾ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുന്നത്. അച്ഛൻ വളരെ സുന്ദരമായിട്ട് രസമായിട്ടുണ്ട്, വളരെ സുന്ദരമായിട്ട് ഒരു പാട്ടും കൂടി നമുക്ക് പോകാം അല്ലേ. നമുക്കൊരു ഇച്ചിരി അടിച്ചുള്ളൊരു പാട്ട് എടുത്താലോ അല്ലേ. ഇപ്പം അതിൻ്റെ മൗത്ത് ഓർഗനിൽ പാടാൻ പറ്റുന്ന അങ്ങനെയാണ്. പെട്ടെന്ന് ഏതാ നമുക്കൊരു അച്ഛന് എന്ത് ദിശയമേ പാടാം. ഫസ്റ്റ് നമ്പർ അല്ലേ. ഓക്കെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അച്ഛൻ്റെ കീബോർഡ് പഠനത്തെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ചമ്മാച്ചന്മാരുടെ അല്ലെ വെള്ളിക്കഥകളെ പറ്റിയായിരുന്നു അല്ലെ. ഒരു രസമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛാ നമ്മള് കഴിഞ്ഞ വർഷം പറയണത് നമ്മൾ കരുതി നമ്മുടെ ഒരു ആക്സിഡന്റ് കാര്യം ഉണ്ടല്ലോ അല്ലേ, ലൈഫിൽ ഒത്തിരി ആ വിശേഷം ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ. ആക്സിഡന്റ് ഉണ്ടായത് ശരിക്കും ഞാൻ മൂന്നാമതായിട്ട് അസിസ്റ്റന്റ് വികാരിയായിട്ടിരുന്നത് ഇപ്പോഴത്തെ കുടമാളൂർ പള്ളിയിലാണ്, അൽഫോൺസാമഡ് പള്ളിയിൽ. ആ പള്ളിയിലായിരുന്നു. അതിനുശേഷമാണ് ആദ്യം വികാരിയായിട്ട് പോകുന്നത്. അങ്ങനെ വികാരിയായിട്ട് ആദ്യം പോകുന്നത് എടത്വ ഫൊറോനയിൽ, കുട്ടനാട്ടിൽ എടത്വ ഫൊറോനയിൽ കോയിൽ മുക്കെന്ന് പറയും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പള്ളി, കാരണം ഞാനും ഗൗരിസിനാളുടെ നാമധേയം സ്വീകരിച്ച. ഓക്കെ. അപ്പോൾ ആ പള്ളിയുടെ കീഴിലാണ് ഈ കോയിൽ മുക്ക് പള്ളി, കോയിൽ മുക്ക് സെൻറ്റ് ജോസഫ് പള്ളി. അപ്പോൾ ആ പള്ളിയിലായിരിക്കുമ്പോൾ നമ്മുടെ 2018 പ്രളയം ആ സമയത്താണ്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, അത് കുട്ടനാടിൻ്റെ ഏകദേശം ഒരു നന്നായിട്ട് വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണ് കേട്ടോ, കോയിൽമുക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലം. അപ്പോൾ അന്നൊരു ഓഗസ്റ്റ് 15 നമ്മൾ പതാക ഉയർത്തലൊക്കെ നടത്തി. അതിനുശേഷം വൈകുന്നേരം പതാക ഉയർക്കുന്ന സമയത്ത്, ആ സമയത്തായപ്പോൾ ആർക്കും പള്ളിമുറ്റത്ത് നിൽക്കാൻ പറ്റാത്തത്ര വെള്ളം കയറി അന്ന് പകൽ, ആ ഒരു ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അന്ന് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ നിന്നാൽ ചിലപ്പോൾ വെള്ളം കൂടും, അച്ഛൻ വേറെ എങ്ങോട്ടേലും മാറിയോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം അവിടെ ഉള്ളവർക്കൊക്കെ, എനിക്ക് നീന്തൽ അറിയത്തില്ലെങ്കിലും അവിടെ ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ നീന്തൽ അറിയാം. എല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഉറപ്പ്. പിന്നെ അവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും, അതുകൊണ്ട് അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ മുറിയിൽ, അതായത് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിൽ നിന്ന് കാല് നിലത്തേക്ക് ഔട്ടുന്നത് വെള്ളത്തിലേക്കാണ്. അപ്പോൾ ഇത് പള്ളിയിലെ മാത്രം അവസ്ഥയല്ല കേട്ടോ, ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക വീടുകളിലെയും, ആ കുട്ടനാട്ടിലെ മിക്കവാറും വീടുകളിലെ അവസ്ഥയാണ് ഞാനീ പറയുന്നത്. അത് കൂടെ എനിക്കും ഇങ്ങനെയായിരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. അങ്ങനെ വന്നിട്ട് എൻ്റെ കൂട്ടുകാരച്ഛന്മാർ, എന്നെ കെട്ടി ജൂനിയറായിട്ടുള്ള 2-3 അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ വന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അജേച്ചാ ഇനി ഇവിടെ നിൽക്കണ്ട, കാരണം ഇത്രയും വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ, അപ്പോൾ എനിക്ക് 2 വീലറാവുള്ളൂ, അപ്പോൾ ഇതും കൊണ്ട് അച്ഛനെങ്ങോട്ടും പോകാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് നമുക്കതെങ്ങോട്ടെങ്കിലും കയറ്റി വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ബൈക്കൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പാരിഷ് ഹോളിൻ്റെ സ്റ്റേജിൽ കയറ്റി വെച്ചിട്ട് ഈ അച്ഛന്മാരുടെ കൂടെ ഞാൻ കരുമാടി പള്ളിയിലേക്ക് പോയി. കരുമാടി എന്ന് പറയുന്ന സ്ഥലത്ത്, കരുമാടി കുട്ടനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കരുമാടി പള്ളിയിൽ അവിടെ ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കയറത്തില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാവിലെ എനിക്കൊന്ന് 18-ാം തീയതി രാവിലെ, ഓഗസ്റ്റ് 17 18 ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അന്നൊരു വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന ആരാധനയും വിശുദ്ധ കുർബാന എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത്
അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മുറിയിൽ ചെന്നിട്ട്, മുറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചാണ് കാരണം ഒരു പള്ളിയിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഷർട്ടൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്തൊരു ഫോൺ വന്നു. ഫോൺ വരുന്നതായിരുന്നു, അതായത് കോയിൽമുക്ക് ഇടവകയിലുള്ള, ഞാൻ വിചാരിക്കുന്ന പള്ളിയിലെ ഇടവകയിലുള്ള ഒരു അപ്പൻ്റെ അമ്മയുടെയും മോൻ, പുള്ളിക്കാരൻ വിദേശത്തു നിന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ പുള്ളി വിദേശത്തു നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ, ഇന്നലെ വിളിച്ചപ്പോൾ എൻ്റെ പേരൻസുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, സംസാരിക്കാൻ പറ്റി. ഇന്ന് വിളിച്ചിട്ട് എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ മിക്കവാറും വെള്ളം കയറിയിട്ടേ അവർക്ക് ബുദ്ധിമുട്ടായി കാണും, അതുകൊണ്ട് അച്ഛൻ അവിടെ വരെ ഒന്ന് ചെല്ലാവോ, അവിടുത്തെ കാര്യം എന്തെങ്കിലും നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയായി വെള്ളത്തിനകത്തോട്ട് പോകാൻ, കാരണം നീന്തൽ അറിയത്തില്ല, എങ്ങാനും പോയാൽ നമ്മളും പോകും എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു ഞാൻ ഏതായാലും പോകാമെന്ന് പറഞ്ഞു. ആ കൂടെ തന്നെ ഞാൻ ഏറ്റവും ആദ്യം ഇരുന്ന പള്ളിയിൽ നിന്നൊരു ഫോൺ വന്നു. അതായത് സംഭവിച്ചിങ്ങനെയാണ്, അവരുടെ പള്ളിയിൽ എങ്ങനെയോ അസിസ്റ്റൻറ്റ് വികാരി അല്ലെ കൊച്ചച്ഛനോ മറ്റോ സേവ് ചെയ്ത നമ്പറിൽ എൻ്റെ നമ്പറാണ് കിടക്കുന്നത്. അപ്പം ഞാൻ അവിടുന്ന് പോയിട്ട് 4 വർഷമായി. അപ്പം പച്ച ചെക്കിടിക്കാട് ഇടവകയാണത്. അപ്പോൾ അവിടെ ഒരു കുറച്ച് ഉള്ളിലേക്ക് പോകുന്നൊരു സ്ഥലം. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഒരമ്മയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പറയുന്നത്, അച്ഛാ ഞങ്ങളുടെ പള്ളിയിലേക്ക് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആരെയും കിട്ടുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നു, പിന്നെ അച്ഛന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ നമ്പർ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിക്കുകയാണ്, അതുകൊണ്ട് അച്ഛനും എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞങ്ങൾക്ക് ചെയ്തു തരാം. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഏതായാലും ഇപ്പോൾ വരുന്നുണ്ട്, മുമ്പേ വന്ന ഫോൺ കോളിന് മറുപടി നോക്കാൻ വേണ്ടി പോകണമല്ലോ, അപ്പോൾ ഏതായാലും ഞാൻ വഴി വരുന്നുണ്ട്, ആ കൂടെ ഞാൻ അവിടുത്തെ അച്ഛന്മാരെ കയറി കണ്ട് അവിടെ പറഞ്ഞേക്കാം എന്ന് പറയാം. അപ്പോൾ അവർക്കൊരാശ്വാസമായി. എന്നിട്ട് ഞാൻ പോകാതെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിനകത്തേക്ക് പോകാൻ എനിക്ക് മാനേജ് ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ട് അവിടെയുള്ള പരിചയക്കാരെ ആരെങ്കിലും വിളിച്ച് അറേഞ്ച് ചെയ്യാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല, കാരണം എല്ലായിടത്തും ഈ ടവർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ ബൈക്ക് എടുത്തുകൊണ്ട് പോയേക്കാം എന്ന് കരുതി കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കൂടെ ഈ ബൈക്ക് എടുത്ത്, അച്ഛൻ്റെ കൂടെയല്ല, കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ ബൈക്ക് കൊണ്ട് അങ്ങ് പോവാം. അങ്ങനെ പോകുന്ന വഴിക്ക് അപ്പോൾ പകുതി വഴി കുറച്ച് മുമ്പോട്ട് നീങ്ങിയിട്ട് ഹെൽമെറ്റ് അപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു ഹെൽമെറ്റ് എടുത്ത് വെച്ചാൽ കൊള്ളാം എന്നൊരു ചിന്ത. ആ ഒരു സമയമായതുകൊണ്ട് ചെക്കിംഗ് ഉണ്ടാകത്തില്ല, ചെക്കിംഗ് ഒന്നുമില്ല. ആ വഴിയിൽ നമ്മൾ സ്ഥിരമാണ്, നമുക്കറിയാം. ചെക്കിങ്ങിൻ്റെ അല്ല, പക്ഷേ എന്തോ വെച്ചില്ല. അങ്ങോട്ട് ബൈക്ക് എടുത്തോണ്ട് ഇറങ്ങിപ്പോയി. പക്ഷെ എന്തോ ഒരു പ്രേരണ തോന്നി, തിരിച്ചു വന്ന് ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് അതും കൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഇടതുവശത്ത് നിന്ന് കയറി വരുന്ന ഒരു ജീപ്പ്. തകഴി ഭാഗത്താണ് കേട്ടോ, നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഒക്കെ വീടൊക്കെ അറിയാമായിരിക്കും. അത് തന്നെ അതിനടുത്തായിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ റെയിൽവേ ക്രോസിനടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ജീപ്പ് കയറി വരുന്നു. ജീപ്പ് ഓടിച്ചയാൾ അദ്ദേഹം പെട്ടെന്ന് പെഡല് മാറിപ്പോയതാണ്. എന്നെ കണ്ട് ബ്രേക്ക് ചവിട്ടി, പക്ഷെ ചവിട്ടിയ പെഡല് ആക്സിലറേറ്ററായി പോയി. അപ്പോൾ ജീപ്പ് പെട്ടെന്ന് കുറച്ച് നല്ല ഫാസ്റ്റായിട്ട് ചാടിക്കയറി അങ്ങനെ വന്നിട്ട് ഞാൻ ഓടിച്ചിരുന്ന ബൈക്കിൽ ചേർത്ത് വെച്ച് എൻ്റെ കാലങ്ങ് പ്രസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ആ ബൈക്കിൽ നിന്ന് തെറിച്ച് പോകുന്നു. ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കൊക്കെ പൊട്ടി. ഞാൻ അവിടുന്ന് തെറിച്ച് പോയി. അപ്പം തെറിച്ച് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ സൈഡ് റോഡിൽ കൂടെ വരഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് ഈ സൈഡ് കുഴപ്പമില്ലാതിരിക്കുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു. അങ്ങനെ പോയിട്ട് അപ്പോൾ എനിക്ക് കാണാം ബൈക്ക് പുറകെ ഇങ്ങനെ തീപ്പൊരി ചതറിച്ചുകൊണ്ട് എൻ്റെ പുറകെ നീങ്ങി വരുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും റോഡിൽ കൂടെ ഇങ്ങനെ തെറിച്ച് റോഡിൻ്റെ എതിർവശത്തേക്ക് പുറത്ത് പോയി, ടാറിങ്ങിൽ നിന്ന് പുറത്ത് പോയി. അവിടെ കിടന്ന് ഞാൻ എഴുന്നേറ്റിരുന്ന് ആദ്യം വലതുകാലെടുത്ത് നേരെ വെച്ചു, കുഴപ്പമില്ല. ഈ ഇടത്തുകാലം എന്താ സംഭവിച്ചെന്ന് അപ്പോഴും എനിക്ക് ഒരു ധാരണയില്ല കേട്ടോ. ഈ വണ്ടി വന്ന് ഇടിച്ചതാണെന്നൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് പിടികിട്ടുന്നത്. പെട്ടെന്ന് ഓടിപ്പോകുന്നു, ഞാൻ തെറിച്ച് പോകുന്നു, അങ്ങനെ എനിക്ക് അന്നേരം അറിയത്തുള്ളൂ. അപ്പോൾ കാലെടുത്ത് നേരെ വെച്ചു. ഇടത്തുകാല് നേരെ വെക്കാൻ നോക്കുമ്പം ഈ മുട്ട പിടിച്ചിട്ട് നമുക്ക് സാധാരണ ഇങ്ങനെ എടുക്കുന്ന പോലെ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. കാരണം മുകളിലത്തെ അസ്ഥി ഒടിഞ്ഞിരിക്കുകയാണ്, താഴത്തെ അസ്ഥി ഒടിഞ്ഞിരിക്കുകയാണ്, താഴത്തെ കാലിൻ്റെ മസിൽ കംപ്ലീറ്റ് പോയി. അതുപോലെ കുതിഞ്ഞരമ്പ് രണ്ടായിട്ട് മുറിഞ്ഞ് രണ്ട് ഭാഗങ്ങളായിട്ട് റോഡ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അതുപോലെ. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് കണ്ടിരുന്ന ചേട്ടന്മാർ 1-2 പേര് ഓടി വന്നു. അപ്പോൾ അവർ വന്നിട്ട് ഒരാൾ ഉടുത്തിരുന്ന മുണ്ട് അദ്ദേഹം അഴിച്ച് ആ ചേട്ടൻ എൻ്റെ കാലിൽ ഇങ്ങനെ നന്നായിട്ട് ചുറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് അവരാണ് അവിടെ നിന്നൊരു പെട്ടെന്ന് വന്നൊരു സ്കോർപ്പിയോ ആ വണ്ടിയിൽ എന്നെ കയറ്റി. അപ്പോൾ ഈ ഓടിക്കുന്ന ആൾ പറയുന്നുണ്ട് ഈ വണ്ടിയിൽ അധികം ഡീസലില്ല, ഇത് മെഡിക്കൽ കോളേജ് വരെ പോകത്തില്ല, കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് അവിടെ അടുത്താണ്, അപ്പോൾ അവിടെ വരെ ചെല്ലത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ചേട്ടന്മാർ നിർബന്ധിച്ചു, അത് പറ്റത്തില്ല, കാരണം ഇത് ഇത്രയും നമുക്ക് ഒരു സീരിയസ് ആയിട്ട് കിടക്കുന്ന, അപ്പം കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവർ ആ വണ്ടിയെ കയറ്റി കൊണ്ടുപോയി കേട്ടോ. അവിടെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഈ അമ്പലപ്പുഴ ജംഗ്ഷനായപ്പോൾ ഇതിൻ്റെ ഡീസൽ തീർന്നു. അപ്പോൾ കംപ്ലീറ്റ് ഒടിഞ്ഞ് ചെതറിയിരിക്കുന്ന സാധനമാണ് ഈ ഇടത്തുകാലം എന്ന് പറയുന്ന ആ സമയത്ത്. അപ്പോൾ ഇവരന്നേരം വേറെ വണ്ടിയിലോട്ട് കയറ്റണം.
അപ്പോൾ ഇത് പിടിച്ചു പോക്കി വേറെ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ എനിക്ക് തന്നെ പേടിയാണ്. അപ്പോൾ വേറെ വണ്ടികളൊന്നും അവിടെ കിട്ടാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഒരു ഓട്ടോ വിളിച്ചിട്ട് അതിൽ കയറ്റി കിടത്തി. അപ്പോൾ അതിൽ കയറ്റി കിടത്തുമ്പോൾ നമ്മളെ കിടത്തുമ്പോൾ കാല് പുറത്തോട്ട് നിൽക്കത്തില്ലേ. ശരിക്കും കാലിൻ്റെ കുതിഞ്ഞരമ്പ് മുറിഞ്ഞ് രണ്ട് ഇതായിട്ടിരിക്കുന്നിടത്ത് ആ കാലിങ്ങനെ പുറത്തോട്ട്. ഞാനപ്പോൾ മനസ്സിലോർക്കുക ഈ പോകുന്ന പോക്കിന് ഇത് വല്ല പോസ്റ്റേലും തട്ടി, കാരണം ഇടത് വശം ചേർന്നാണ് പോകുന്നത്, എവിടെയെങ്കിലും തട്ടിയാൽ ഇനി ബാക്കിയും കൂടെ പോകുമല്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലും അന്നേരം ഉണ്ട്. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഏതായാലും നന്നായിട്ട് അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് അവർ പെട്ടെന്ന് വേണ്ട ശുശ്രൂഷകളൊക്കെ തന്ന് അന്ന് വൈകിട്ട് മുതൽ അവർ സർജറിയൊക്കെ ആരംഭിച്ചു. അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സലീം ഡോക്ടറാണ്, സാറാണ് പ്രധാനമായിട്ട് വേണ്ട ശുശ്രൂഷ. 1 മാസം 1.5 മാസം കൃത്യമായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. 2 ആഴ്ച ICUവിലും അതിനുശേഷം പിന്നെ ബാക്കി 1 മാസം സമയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അന്നൊക്കെ എന്നെ സഹായിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ആലപ്പുഴ പഴവങ്ങാടി ഇടവക്കാരിയാണ്, ഡോക്ടർ ട്രീസ എന്ന് പറഞ്ഞിട്ട്. ഈ ഡോക്ടറായിരുന്നു നമുക്ക് വളരെ ഹെൽപ്പായിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ എൻ്റെ ബ്രദർ 1 മാസം കംപ്ലീറ്റ് കടന്നു പോയല്ലേ, കുറച്ചാൾ കിടന്നു. കാരണം ഇത് കഴിഞ്ഞ് പിന്നെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഒത്തിരി പേരുടെ പ്രാർത്ഥനയാണ് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയല്ലേ? ഓക്കെ, നന്ദി പാടിയാലോ? നന്ദി എൻ ദൈവമേ. ഇത് തന്നെ ആയിക്കോട്ടെ. നമ്മുടെ ഈ ഒരു അപകടവും അതിലുള്ള ദൈവമാണ്. ഞാനിത് ഈ സമയത്തൊന്നും ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഇപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പട്ടം കഴിഞ്ഞ ഉടനെ 2011 പട്ടമാണ്. പട്ടം കഴിഞ്ഞ് പിറ്റോ ഇത് തന്നെ നീലീശ്വരത്തായിരുന്നു കൊച്ചനായിട്ട് നിൽക്കുമ്പോൾ ഞാനും എൻ്റെ സീനിയറായിട്ടുള്ള അച്ഛനായിട്ട് ഞാൻ ഇവിടെ പോയി ബൈക്കിന് ഇരുത്തിക്കൊണ്ട് പോയി. അപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുക പോയി നമ്മുടെ കാരോത്തോട് ഹോസ്പിറ്റലുണ്ട് ആലുവ. അവിടെ എത്തി മുമ്പേ പോയ ഒരു ലോറിയിൽ നിന്ന് ഒരു കട്ട താഴേക്ക് വീണ് ഞാൻ നേരെ ബൈക്ക് അതിലേക്ക് കയറ്റി. അച്ഛൻ എൻ്റെ പുറകിരുന്ന അച്ഛൻ തിരിച്ചിപ്പുറത്ത് വീണു. ഞാൻ അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് പോയിട്ട് ഒരു പാണ്ടി വണ്ടിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ വീണു. നോക്കുമ്പോൾ കിളിയൊക്കെ പോയി. ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എഴുന്നേറ്റ് ഒന്നും മനസ്സിലായി, ചോരയൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഒന്ന് ചീത്ത വിളിക്കുന്നത് എന്തോ പുള്ളിക്കാരൻ. പക്ഷെ ഉടനെ തന്നെ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോയി. പക്ഷെ അച്ഛനെന്ന് വെച്ചാൽ നല്ല നടുവിനൊക്കെ ഇച്ചിരി പണി കിട്ടിയായിരുന്നു. ഇപ്പം എൻ്റെ പ്രിയോരച്ഛനാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അച്ഛാ നമുക്ക് ബൈക്കിന് പോയാലോ, പഴയ അനുഭവങ്ങൾ രസമാണ്. നമുക്കെന്നാ ഈ പാട്ട് പാടാം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി എൻ ദൈവമേ. നന്ദി എൻ നന്ദി എൻ ദൈവമേ. നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വരയതിലുമെൻ്റെ വാരര ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി എൻ ദൈവമേ. നന്ദി എൻ യേശുപരാ. നന്ദി എൻ ദൈവമേ. നന്ദി എൻ യേശുപരാ. അജയച്ച, പാട്ടുകളേക്കാൾ കൂടുതൽ അച്ഛനൊരു ചാനലുണ്ടല്ലോ, യൂട്യൂബ് ചാനലല്ലേ? അത് വളരെ എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടോ അതിൻ്റെ പിന്നിൽ? യൂട്യൂബ് ചാനലിൻ്റെ പിന്നിൽ യൂട്യൂബ് ചാനൽ അത് തുടങ്ങുന്നതിന്
അത് തുടങ്ങാനുണ്ടായ പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ. അതിന് കാരണം ഞാൻ ഈ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ കീബോർഡ് ചെറുപ്പത്തിൽ പഠിച്ചതൊരു ഇത് മനസ്സിലുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ പബ്ലിക്കായിട്ട് അധികം വായിക്കാറില്ല. അച്ഛന്മാരുടെ ധ്യാനത്തിനൊക്കെ ചെല്ലുമ്പോൾ വായിക്കും, അല്ലാതെ അല്ല ധ്യാനം കൂടാൻ ചെല്ലുമ്പോൾ ധ്യാനിപ്പിക്കാൻ പോകാറില്ല. അങ്ങനെ അച്ഛന്മാരുടെ ഒരുമിച്ചുള്ള ധ്യാനമൊക്കെ ചെല്ലുമ്പോൾ ആരെങ്കിലും വായിക്കാൻ അറിയാവുന്ന അച്ഛന്മാർ വായിക്കുക, അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വായിക്കും, അല്ലാതെ പബ്ലിക്കായിട്ട് വേറെ വായിക്കുന്നില്ല. അപ്പോൾ പക്ഷേ ഞാൻ ചുമ്മാ മുറിയിലിരുന്ന് ചിലപ്പോൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു വീഡിയോ എടുത്ത് അനിയനും സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അനിയനും അനിയൻ്റെ വൈഫ്, പെങ്ങളുടെ ഹസ്ബൻഡ്, അമ്മ, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പിലിടും. ഇപ്പം ഓരോരുത്തരും പറയും എന്നുവെച്ചാൽ അത് ഇങ്ങനെ ചെയ്യണം, ഇച്ചിരി കൂടെ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അങ്ങനെ പറയും. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആദ്യം കീബോർഡ് വായിച്ചിട്ടിരിക്കുന്ന ഒരു പാട്ട് നോക്കി അറിയാം. വെറുതെ മുറിയിലിരുന്ന് കസേര ചുമ്മാ ഇരുന്നിട്ടൊരു വീഡിയോ, ഒരു പാട്ടും പാടി അങ്ങനെ ഇടുന്ന ഒരു സാധനം. അപ്പോൾ എന്നോട് പറഞ്ഞ് ഏതായാലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊരു ദൈവാനുഗ്രഹമാണ്, അപ്പോൾ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യും, കുറച്ച് പേർക്ക് പ്രയോജനമാകട്ടെ, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഓർത്തുന്ന പിന്നെ അത് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നന്നായിട്ട് ഇൻസ്റ്റയിലെ പേജും കൂടെ പറഞ്ഞു കുറച്ചൊരു ഫോളോട്ടെ. പുത്തൻപുരയ്ക്കൽ അജി എന്നാണ്. അതാണ് എൻ്റെ നമ്മുടെ ഈ ഫോർമേഷൻ കാലഘട്ടത്തിൽ സെമിനാരിലൊക്കെ അച്ഛൻ കൊയർ മാസ്റ്ററൊക്കെ ആയിരുന്നു? അതോ? അതെ, കൊയർ മാസ്റ്റർ ആയിരുന്നു. സെമിനാരി പഠനം എവിടെയായിരുന്നു? സെമിനാരി പഠനം ഫിലോസഫി പഠിച്ച മംഗലപ്പുഴ സെമിനാരിയിലാണ്. അവിടെ റാഫേൽ അമ്പാടനച്ചനാണ് ഒത്തിരി ഇരിങ്ങാലക്കുട ഒരു ഉപതക്കാരൻ. അച്ഛൻ ഒത്തിരി സഹായിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ രണ്ടിടത്തും, മംഗലപ്പുഴയിലും ആയിരുന്നു, അതുപോലെ തലശ്ശേരിയിലാണ്, കുന്നത്ത് സെമിനാറിലാണ്. ക്ലാസ് മുതൽ ആ ഒരു മ്യൂസിക്കൽ പാരമ്പര്യം ശരിക്കും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അല്ലേ, പള്ളിയോട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരങ്ങൾ നൽകി. അതെ. ഒത്തിരി പേരോട് കേട്ടോ ഈ നിമിഷം വരെ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ കാണുന്ന കീബോർഡ് ഉണ്ടല്ലോ, ഞാൻ ഒരു PA600 വെച്ചുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. അതുപോലും എൻ്റെ അല്ല. ശരിക്കും ആ കീബോർഡ് ടിൻഡോ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അവന് കൈനഗിരിക്കാരനാണ്. അവൻ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ട് അപ്പം ഞാൻ പറയാം, ടിൻഡോ നീ ഇതിൽ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക പഠിപ്പിച്ചിട്ട്. അപ്പോൾ അവൻ പറയും, വേണ്ടച്ചാ എൻ്റെ വേറെ ചെറിയ കീബോർഡുണ്ട്, ഇത് അച്ഛൻ വെച്ചോ, അച്ഛൻ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആരംഭത്തിൽ പഠിച്ചത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കീബോർഡിലാണ്. പിന്നെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തത് ഒത്തിരി പേര് പഠിക്കാൻ കാരണമായതും അങ്ങനെ തന്നെ. ഈ ചാനലൊക്കെ തുടങ്ങിയല്ലോ, പാരൻസ് അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ അതിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ. ചാച്ചനൊക്കെ എന്ത് പറഞ്ഞു എന്നിട്ട്? ചാച്ചൻ ശരിക്കും ഇതിനകത്ത് വലിയൊരു പ്രേരണ എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം എപ്പോഴും പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നല്ല നല്ല പാട്ടുകൾ ഞങ്ങളോട് പറയും, എടാ ആ പാട്ട് നല്ല പാട്ടാണ്, അത് കേട്ട് അച്ഛനെ സെലക്ട് ചെയ്യുന്ന പാട്ടുകളൊക്കെ ആ കാലവും പഴയത് നല്ല ഹിറ്റായിട്ടുള്ളതുണ്ട്. പിന്നെ ആ സമയത്തുള്ള ഹിറ്റുകളും എല്ലാം രസമായിട്ട് അതൊരു മനസ്സിൽ പതിഞ്ഞ ഒരു ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇപ്പോൾ കീബോർഡൊന്നും ഇല്ല. ഇപ്പം ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇപ്പം ചിലർ ഇപ്പം ഞാൻ നമ്മുടെ രാജേഷേട്ടൻ അവിടേക്ക് സ്കൂളിൽ ആനുവൽ ഡേക്ക് വന്നായിരുന്നു, ചേർത്തൽ തന്നെ. അദ്ദേഹം വന്ന് പഠിപ്പിച്ച് പോയതിന് ശേഷം നമുക്കറിയാമല്ലോ, ചെറിയ പുല്ലാങ്കുഴൽ മേടിച്ച് 1-2 കുട്ടികളത് പഠിച്ചു തുടങ്ങി. അവർ ഈ ക്ലാസ്സുകളൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛനിപ്പോൾ ക്ലാസ് എടുക്കുക, ഇങ്ങനെ ഇത് യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തുള്ള ചില ഹിറ്റ് പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ പിള്ളേർക്കത് പ്രചോദനമാകും കീബോർഡ് പഠിക്കാനൊക്കെ. എനിക്ക് തോന്നുന്നു ഇന്ന് കരിക്കുലത്തിൽ അതൊരു ഭാഗമാകുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഇങ്ങനെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന മാത്രം പറയുമ്പോൾ ഇപ്പം മ്യൂസിക്കിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി, ടാലൻറ്റുകൾക്കൊക്കെ. അപ്പോൾ പല രീതിയിൽ അച്ഛൻ പോലും അറിയാതെ ഒത്തിരി പേർക്ക് അച്ഛൻ്റെ ഈ കരങ്ങൾ ഇൻസ്പിറേഷൻ ആകുന്നുണ്ട് അച്ഛാ. എനിക്ക് തോന്നുന്നത് അജയച്ച നല്ല രസമുണ്ടായിരുന്നു അച്ഛാ. നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിച്ച അച്ഛൻ്റെ മൗത്ത് ഓർഗൻ നോക്കിയോ, അതും ഇൻസ്പിറേഷൻ ആവും. ചിലർ അതും ആകും. കാരണം നമുക്കത് സുന്ദരമായിട്ട് അച്ഛൻ വായിച്ചു. നമുക്കങ്ങനെയെങ്കിൽ ഒരു അല്ലേ ഒന്നൊരു കലാശക്കൊട്ടിലൊക്കെ അല്ലേ നമുക്ക് അച്ഛൻ്റെ കുറച്ച് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ എടുക്കാം, പഴയ ഹിറ്റുകളെടുത്ത് നമുക്ക് തകർക്കാം, പാടാം. പ്രിയപ്പെട്ട അജയച്ച, സ്നേഹത്തോട് നന്ദി പറയാം ഒരിക്കൽ കൂടി. തിരക്കിൽ കൊണ്ടെന്നറിയാം, ഒത്തിരി തിരക്കിൽക്കടയിലാണ് അച്ഛൻ ഇവിടെ നിന്ന് വന്ന് അങ്ങേറ്റത്ത് ഇവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ ഇവിടെ അങ്ങ് സജീവമാക്കി. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ വീട്ടിലേക്ക് ഇരുന്നൊക്കെ ആണെങ്കിലും ഒന്ന് പയ്യെ എഴുന്നേക്കട്ടെ അല്ലേ. നമുക്ക് ഒരുമിച്ച് പാടാം, നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യാം, എല്ലാവരും ഒന്ന് എണീറ്റ് ചില്ലാക്കാം. ഓക്കെ.
പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമൻ രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമൻ രക്ഷകൻ നാമത്തിന്. പാടുവിൻ 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 സ്തുതി പാടുവിൻ. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമൻ രക്ഷകൻ നാമത്തിന്. നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട്.